ലക്ഷദ്വീപിൽ മെഡിക്കൽ ഓഫീസർമാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് ദ്വീപ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ ഹെൽത്ത് മിഷൻ, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരിക്കുന്ന 3 ഡോക്ടർമാരെയാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നാണ് അഡ്മിനിസ്ട്രേഷന്റെ വിശദീകരണം. നാഷണൽ ഹെൽത്ത് മിഷന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ആയുർവേദ ഹോമിയോ ഡോക്ടർമാരായ 3 മെഡിക്കൽ ഓഫീസർമാരെയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പിരിച്ചുവിട്ടത്. NHMന് കീഴിൽ കരാറടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കിൽത്താൻ ദ്വീപിലെ ആയുർവേദ ഡോക്ടർ MK അബ്ദുറഹ്മാൻ, കടമത്ത് ദ്വീപിലെ ആയുർവേദ ഡോക്ടർ PP മുത്തുക്കോയ, നാഷണൽ ആയുഷ് മിഷന് കീഴിൽ അഗത്തിയിൽ സേവനം ചെയ്തിരുന്ന ഹോമിയോ ഡോക്ടർ VK ഹനിയ എന്നിവരെ പിരിച്ചുവിട്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയത്. കിൽത്താൻ, കടമത്ത്, അഗത്തി ദ്വീപുകളിൽ ആകെ ഉണ്ടായിരുന്ന ആയുർവേദ ഹോമിയോ ഡോക്ടർമാരെ പിരിച്ചുവിട്ടതോടെ ഈ ദ്വീപുകളിലെ സാധാരണക്കാരുടെ ആരോഗ്യ പരിരക്ഷ കൂടിയാണ് പ്രതിസന്ധിയിലാകുന്നത്. അവിടെ ഒരുപാട് രോഗികൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗികളുണ്ട്. ഈ രോഗികൾക്ക് ചികിത്സ പുനരാരംഭിക്കണമെങ്കിൽ തുടരണമെങ്കിൽ ഇന്ന് അവർക്ക് വൻകരയിലേക്ക് ആശ്രയിക്കേണ്ട രീതിയിലേക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട്. അവിടെ ഈ രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലക്ഷദ്വീപുകാരെ ബുദ്ധിമുട്ടിൽ നിന്നും ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുക. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോട പട്ടേലിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഡോക്ടർമാരെ പിരിച്ചുവിട്ടത്. നിലവിൽ തന്നെ ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നാണ് കരാർ ഡോക്ടർമാരെ പിരിച്ചുവിട്ടതിൽ അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക്.